വൃക്കയിലെ കല്ലിന്റെ 5 ലക്ഷണങ്ങൾ. ഒരാളുടെ മൂത്രത്തിൽ കാണപ്പെടുന്ന ലവണങ്ങളും ധാതുക്കളും പോലുള്ള രാസവസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ച കഠിനമായ വസ്തുവാണ് വൃക്കയിലെ കല്ല്. റീനൽ കാൽക്കുലി, നെഫ്രോലിത്യാസിസ്, യൂറോലിത്യാസിസ് എന്നെല്ലാം ഈ അവസ്ഥയെ വിളിക്കുന്നു. വൃക്കയിലെ ഈ കല്ലുകൾ ദീർഘകാലം കണ്ടെത്താൻ കഴിയാതെ വന്നാൽ അവ മൂത്രനാളിയിലേക്ക് പ്രവേശിച്ച് മൂത്രത്തിന്റെ പുറത്തേക്ക് ഒഴുക്ക് തടയുന്നു. ഇത് വൃക്കകൾ വീർത്ത് മറ്റ് സങ്കീർണതകൾ സൃഷ്ടിക്കുന്നു. ആഹാരക്രമം, അമിതഭാരം, ചില രോഗങ്ങൾ, ചിലതരം മരുന്നുകൾ എന്നിങ്ങനെ വൃക്കയിലെ കല്ലുകൾ അടിയുന്ന നിരവധി ഘടകങ്ങളുണ്ട്. വൃക്കയിൽ കല്ലുകൾ രൂപപ്പെടുമ്പോൾ അവ തിരിച്ചറിയാൻ ശരീരം നൽകുന്ന ചില സൂചനകൾ വിശദീകരിക്കുന്നു. 1. വാരിയെല്ലുകൾക്ക് താഴെ വേദന. വാരിയെല്ലുകൾക്ക് താഴെ വൃക്കകൾ സ്ഥിതി ചെയ്യുന്ന ഇടത്ത് തോന്നുന്ന അതിശക്തമായതും കുത്തിക്കൊള്ളുന്നത് പോലെയും ഉള്ള വേദന വൃക്കയിലെ കല്ലുകളുടെ ലക്ഷണമാണ്. 2. അടിവയറ്റിൽ വേദന. അടിവയറ്റിൽ തോന്നുന്നതോ അടിവയറ്റിലേക്ക് നാഭി പ്രദേശത്തും പടരുന്നതോ ആയ വേദന ഈ രോഗത്തിന്റെ സുപ്രധാന ലക്ഷണമാണ്. 3. മൂത്രമൊഴിക്കുമ്പോൾ പുകച്ചിൽ. മൂത്രമൊഴിക്കുമ്പോൾ തോന്നുന്ന പുകച്ചിലും വൃക്കയുടെ പ്രവർത്തനം ആകെ കാര്യക്ഷമമല്ല എന്ന സൂചന നൽകുന്നു. മൂത്രത്തിന്റെ നിറത്തിൽ പെട്ടെന്നുണ്ടാകുന്ന വ്യത്യാസം, ശരിക്കും മൂത്രം ഒഴിക്കാനാകാത്ത അവസ്ഥ, മൂത്രമൊഴിക്കുമ്പോൾ വേദന എന്നിവയെല്ലാം വൃക്കയിൽ കല്ലുകൾ രൂപപ്പെടുന്നതിന്റെ ചില ലക്ഷണങ്ങളാണ്. 4. അടിക്കടി മൂത്രമൊഴിക്കാൻ മുട്ടൽ. 24 മണിക്കൂറിൽ ഒരു വ്യക്തി 6 മുതൽ 8 തവണ മൂത്രമൊഴിക്കുന്നത് സാധാരണയായി കണക്കാക്കുന്നു. ഇത് 10 12 ആയാലും കുഴപ്പമില്ല. എന്നാൽ അതിനും മുകളിലേക്ക് മൂത്രമൊഴിക്കുന്നതിന്റെ ആവൃത്തി പോയാൽ അത് വൃക്കയുടെ ആരോഗ്യം സംബന്ധിച്ച സംശയങ്ങൾ ഉയർത്തുന്നു. അടിക്കടിയുള്ള മൂത്രമൊഴിക്കലും വൃക്കയിലെ കല്ലുകളുടെ ലക്ഷണമാകാം. 5. മൂത്രത്തിൽ രക്തം. മൂത്രത്തിൽ രക്തം കാണപ്പെടുന്നത് പല രോഗങ്ങളുടെയും ലക്ഷണമായതിനാൽ ഇത് ശ്രദ്ധയിൽപ്പെട്ടാൽ പിന്നെ ഡോക്ടറെ കാണാൻ വൈകരുത്. മൂത്രത്തിൽ അമിതമായ പത, രൂക്ഷമായ ഗന്ധം, മനം മറിച്ചിൽ, പനി, കുളിർ എന്നിവയെല്ലാം വൃക്കകളിലെ കല്ലുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന അത്ര സാധാരണമല്ലാത്ത മറ്റു ചില ലക്ഷണങ്ങളാണ്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ധാരാളം വെള്ളം കുടിക്കേണ്ടത് വൃക്കകളിലെ കല്ലുകളെ നിയന്ത്രിക്കാൻ അത്യാവശ്യമാണ്. നാരങ്ങാനീരും ഒലിവെണ്ണയും കലർത്തി കഴിക്കുന്നതും, ഭക്ഷണക്രമത്തിൽ ആപ്പിൾ സിഡർ വിനേഗർ ചേർക്കുന്നതും, സെലറി ജ്യൂസ് കഴിക്കുന്നതും ഗുണം ചെയ്യുമെന്ന് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഈ വിലപ്പെട്ട അറിവ് പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ.